നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നത്തെ ദിവസം വളരെ പ്രധാനമാണ്. ഉച്ചവരെ ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടരുത്. 12 മണിക്ക് മുഹൂർത്തം കഴിയും. ആ ശുഭമുഹൂർത്തത്തിലായിരിക്കണം അവനെ അവിടെ നിന്ന് മോചിപ്പിക്കാൻ. ഞാൻ കെട്ടുന്ന താലി സ്നേഹയുടെ കഴുത്തിൽ മുറുകുമ്പോ സച്ചിയുടെ ശരീരത്തിലെ കെട്ടുകൾ അഴിയണം. കെട്ടഴിച്ചുവിടുന്ന സമയത്ത് നിനക്ക് അവന്റെ കയ്യിൽ നിന്നും 1-2 തല്ല് കിട്ടിയെന്ന് വരും. അതും കൂടി ചേർത്താ നിന്റെ ലാസ്റ്റ് സെറ്റിൽമെന്റ്. ശരി സർ. ഇനി ബിജു എന്നെ വിളിക്കണ്ട. എല്ലാം പറഞ്ഞ പോലെ തന്നെ. താനിതുവരെ റെഡിയായില്ലേ? ഒന്നിനൊരു മൂടില്ല സർ. ഈ വിവാഹം മുടക്കാൻ വേണ്ടി സച്ചി സാറും മനഃപൂർവ്വം പോയി ഒളിച്ചിരിക്കുന്നത് കൊണ്ട് മനസ്സ് വല്ലാതെ മടുത്തുപോയി. ഇന്നലെ ധനുഷ് പറഞ്ഞപ്പോഴാ ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചത്. കാറുകൊണ്ട് വഴിയിലിട്ടിട്ട് സച്ചി എവിടെ മാറി നിൽക്കുക, അതെനിക്ക് മനസ്സിലായി. പക്ഷേ അത് അച്ഛനോടോ മറ്റാരോടോ പറഞ്ഞാൽ വിശ്വസിക്കണമെന്നില്ല. ഇനി അങ്ങനെയല്ല, മറ്റാരേലും അവൻ എന്തെങ്കിലും ചെയ്താണെങ്കിൽ അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ നാട്ടിൽ എവിടെയുണ്ടെങ്കിലും പോലീസിന്റെ കയ്യിലോ എന്റെ ആളുകളുടെ കയ്യിലോ സച്ചിയെ കിട്ടും. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാ ഞാൻ ഈ വിവാഹം ഇപ്പോഴും നടത്താമെന്ന് കരുതുന്നത്. ആ ധൈര്യത്തിൽ തന്നെയാ സ്നേഹയോട് മറ്റൊന്നും ആലോചിക്കാതെ വിവാഹത്തിനൊരുങ്ങാൻ ഞാൻ പറഞ്ഞത്. ഇവിടെയുള്ള ചിലർക്കൊക്കെ തോന്നുമായിരിക്കും ഞാനൊരു നന്ദി കെട്ടവനാണെന്ന്. അല്ലെങ്കിൽ നാട്ടുകാർ പറയുമായിരിക്കും അനിയനെ കാണാതായിട്ടും വിവാഹം നടത്താൻ തീരുമാനിച്ച ദുഷ്ടനായ ഈ ഏട്ടനെ കുറിച്ച്. സച്ചി തിരികെ വരുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറാവുന്നത്. എൻ്റെ അച്ഛനെ അല്ലാതെ മറ്റാരെയും അത് എനിക്ക് വിശ്വസിപ്പിക്കേണ്ട കാര്യവുമില്ല. ഈ വീട്ടിലിപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോർത്ത് ധനുഷിന് തന്നെ തോന്നുന്നുണ്ടാവും പലതും. ഈ കാണുന്ന വീടും പത്രാസും ഒക്കെ ഉള്ളടോ, ഇതിനകത്ത് മനസ്സമാധാനമുള്ള ആരുമില്ല. എനിക്കറിയാം ധനുഷിന് വിഷമമുണ്ടാവും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ. അതൊന്നും മനസ്സിൽ വെക്കേണ്ടെന്ന് പറയാനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. സർ, വിഷമമുണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. അതെനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. സാറിനെ പോലെ തന്നെ ഈ വിവാഹം മുന്നിൽ നിന്ന് നടത്തി തരണമെന്ന് ഞാൻ ആഗ്രഹിച്ച 2 പേരാ, സന്ദീപ് സാറും സച്ചി സാറും. ഒരാളും മനഃപൂർവ്വം വരുന്നില്ല, മറ്റേ ആൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഈ സാഹചര്യത്തിലും ഞാൻ സാറ് പറയുന്നത് അനുസരിക്കുന്നത് സ്നേഹ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. എന്റെ വിവാഹം മുടക്കാൻ സച്ചി സാറ് മാറി നിന്നിട്ട് കാണാനില്ല എന്നൊരു വാർത്ത പരത്തുകയും ചെയ്തു. കളക്ടർ ശാലിനിയുമായി ചേർന്ന് പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും ചെയ്തു. അർച്ചന മേഡവും അനഘയും അതിന്റെ പേരിൽ ഈ വിവാഹം മാറ്റിവെക്കണമെന്നൊക്കെ പറയുമ്പോഴൊക്കെയും ധനുഷ് എന്നയാളുടെ പുരുഷത്വത്തിനാണ് ക്ഷതമേൽക്കുന്നത്. എന്നിട്ടും ഞാൻ ഇതിൽ നിന്ന് പിന്മാറാത്തത് സ്നേഹ എനിക്ക് തരുന്ന സ്നേഹം മാത്രമല്ല, സാറിനും സേതു സാറിനും ഒക്കെ ഞാൻ കാരണം ഒരു നാണക്കേടുണ്ടാവരുതെന്ന് കരുതിയ, ഞാൻ കാരണം ആരെയും വിഷമിപ്പിക്കണമെന്ന് കരുതിയിട്ടാ. ഇന്നലെ ഒരു രാത്രി എന്റെ ജീവിതത്തിലെ വലിയൊരു തിരിച്ചറിവിന്റെ രാത്രിയായിരുന്നു. എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാതെ ഇങ്ങനൊരു രാത്രി എന്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടില്ല സർ. ഏതൊരു സാധാരണക്കാരനും എടുക്കുന്ന തീരുമാനത്തിന്റെ വിപരീത തീരുമാനമെടുത്ത് ഒരു വരന്റെ വേഷമണിയാൻ ഞാൻ തീരുമാനിച്ചത് സാറിന്റെ ഉൾപ്പെടെയുള്ള സ്നേഹം കാരണമാണ്. ഞാൻ വാക്കുകൊടുത്തൊരു പെണ്ണിന്റെ മുന്നിൽ മറുവാക്ക് പറയാനുള്ള
എത്ര ആണില്ലാത്തവന്റെ ഗതികേടാ അത്. എനിക്ക് മനസ്സിലാവും ധനുഷ്. ധനുഷിന്റെ സ്ഥാനത്ത് വേറെ ആരായിരുന്നാലും ഇന്ന് ഈ വിവാഹം നടക്കില്ല. ധനുഷിന്റെ അനിയത്തോട് കാണിക്കുന്ന സ്നേഹവും ഞങ്ങളോട് കാണിക്കുന്ന കരുണയും മറക്കാൻ പറ്റുന്ന ഒന്നല്ല. അതുകൊണ്ട് മറ്റൊന്നും ഓർക്കണ്ടെന്ന് ഞാൻ പറയൂ. തൻ്റെ ഈ മനസ്സ് തന്നെയാ സ്നേഹിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ജീവിതവും സുരക്ഷയുമൊക്കെ. മറ്റെല്ലാം മറന്നിട്ട് വിവാഹത്തിന് റെഡിയാവാം. എന്ത് വന്നാലും ഈ വിവാഹം ഞാൻ നടത്തും. എൻ്റെ അച്ഛൻ ധനുഷിന് തന്ന വാക്ക് ഒരിക്കലും തെറ്റരുത്. അത് മൂത്ത മകനായ എൻ്റെ കടമയാണ്. എന്തായി? സച്ചിയുടെ ഇന്നലെ വിവരം കിട്ടിയോ? പോലീസിനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് കരുതിയിട്ടാ നിങ്ങളെ ഞാൻ ഈ ജോലി ഏൽപ്പിച്ചത്. ഒരു എക്സ്ക്യൂസും എനിക്ക് കേൾക്കണ്ട. വിവാഹത്തിന് മുമ്പ് സച്ചിയെ കണ്ടുപിടിച്ച് എന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയേക്കണം. മറ്റൊന്നും എനിക്ക് കേൾക്കണ്ട. മനസ്സിലായോ? ഇനി എങ്ങോട്ടാ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.